ഇന്ന് രാവിലെ തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കലാണ് കേട്ടോ. ഞാൻ മീനുകുട്ടീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇന്നാണെങ്കിൽ വേറെ അങ്ങനെ കാര്യമായ വെജിറ്റബിൾസ് ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മെഴുക്ക് വരട്ടിയും തൈരും ചോറും കൂടി കൊടുത്തു വിടാമെന്ന് വിചാരിക്കലായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞാൻ നന്ദൂട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കലാണ് കേട്ടോ. ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുത്തരി ചോറ് കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. വെള്ളച്ചോറാണേ അവർക്ക് ഇഷ്ടം. ചോറ് കൊണ്ടുപോകേണ്ട കാര്യം പറയുമ്പോൾ തന്നെ ചുവന്ന ചോറാണോ വെള്ളച്ചോറാണോ കൊണ്ടുപോകാനുള്ളത് എന്നാണ് കേട്ടോ ആദ്യം ചോദിക്കല് കുട്ടികൾ. അങ്ങനെ ഞാൻ ചോറിൽ കുറച്ച് തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എത്ര വെച്ചാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ നന്ദൂട്ടൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവച്ചു. ഇനിയിപ്പം മീനൂട്ടിൻ്റെയും കൂടി പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. അതിലും അങ്ങനെ തന്നെ ഞാൻ കുറച്ചധികം പൊട്ടറ്റോ ഫ്രൈ വെച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പച്ചക്കറീൻ്റെ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ കുറച്ചധികം ആയി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാളും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിടും കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിത് ദോശ ഉണ്ടാക്കലാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ നീർദോശേൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. മീനുകുട്ടിക്കാണെങ്കിൽ ഈ ഒരു മെഴുക്ക് വരട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇതന്നെ ദോശക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആളിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടമ്മേ, അടിപൊളിയാന്നമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മീനുകുട്ടി എന്നെ തള്ളി മറിക്കലാന്നൊന്നും അറിയില്ല കേട്ടോ. എന്തെല്ലാം ആയാലും ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് കുറച്ചധികം ഓയിൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കില്ല. വേറെ ഉപ്പേരി വെക്കേണ്ട പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ ഇത് കൂടുതലും അങ്ങനെ ഉണ്ടാക്കുന്നത്. സുനിയേട്ടനാണെങ്കിൽ കുട്ടികൾക്കുള്ള ബദാമിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ അതിനുള്ള സമയമൊന്നും കിട്ടലേ ഇല്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുട്ടാപ്പി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഒരു വരവ് കണ്ടില്ലേ അല്ലേ. അങ്ങനെ എനിക്ക് എന്തെങ്കിലും തരണേന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ തന്നെ ചെയ്യുക. അങ്ങനെ നന്ദൂട്ടനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുട്ടാപ്പിക്ക് പാല് കൊടുത്തപ്പോൾ ആൾക്ക് ഇന്ന് പാലിനോട് അത്ര വലിയൊരു മിശിയൊന്നുമില്ല കേട്ടോ. മറ്റാണെങ്കിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ ചാടി കയറി കുടിക്കുന്ന ആളാണ്, എന്താണെന്ന് അറിയില്ലേ. അങ്ങനെ നന്ദൂട്ടൻ റെഡിയായിട്ട് ഇതാ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആൾക്ക് ഇന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ കവറിലാക്കി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്കും മീനുകുട്ടീനെ റെഡിയാക്കേണ്ട സമയം. ഈ ഒരു റെഡിയാക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മീനുകുട്ടി കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ വിവരിക്കുന്നുണ്ടാവുക. പിന്നെ വൈകുന്നേരം വന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒറ്റ ശ്വാസത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ പറയാൻ മറന്നുപോയ കാര്യങ്ങളാണ് ഈ രാവിലെ പറയുന്നത് കേട്ടോ. അങ്ങനെ മീനുട്ടിൻ്റെ മാലയല്ല ID കാർഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ട് തന്നെ സ്കൂളിൽ ഷൂസും സോക്സൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് ആ സോക്സൊക്കെ പരിധി എടുത്തിട്ടുണ്ട്. ആൾക്ക് പിന്നെ ചെറിയ സോക്സിനേക്കാളും ഇഷ്ടം വലിയ മുട്ട് വരെ എത്തുന്ന സോക്സാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷൂസൊക്കെ ഇപ്രാവശ്യം പുതിയത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ലൂസ് ആയതുകൊണ്ട് തന്നെ ഓടുമ്പോൾ ഒക്കെ ഊരി പോകുന്നുണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ ആള്. അങ്ങനെ ഇതാ വാച്ചൊക്കെ എടുത്ത് കെട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ബായിയൊക്കെ പറഞ്ഞ് കുട്ടാപ്പിക്ക് ഒരു സ്പെഷ്യൽ ബായി ഉണ്ട് കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കണ്ടതേ. അങ്ങനെ മീനൂട്ടി ഇതാ പോവാന്നേ. അങ്ങനെ മീനൂട്ടി പോകുന്നതും കാത്തിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആരാന്നിതാ കണ്ടില്ലേ നിങ്ങൾ. എന്താന്ന് വെച്ചാൽ മീനൂട്ടി പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ആളുടെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആളിങ്ങനെ വെയിറ്റിംഗ് ആണേ. അങ്ങനെ ഞാൻ കുട്ടാപ്പീൻ്റെ മീമിയൊക്കെ വേഗം തന്നെ എടുത്തു കൊടുത്തു. ആ കൊടുത്ത സ്ഥലത്തുനിന്ന് കടിച്ച് മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ ആൾ ഇത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവും.